ജയറാം. പെരുമ്പാവൂരിലെ പൊക്കമേറെയുള്ളൊരു അപ്പാവി പയ്യൻ കണ്ട സ്വപ്നത്തിന് അവനേക്കാൾ ഏറെയായിരുന്നു ഉയരം. അനുകരണ കളരി അവന് ആ സ്വപ്നലോകത്തേക്കുള്ള സോപാനമായി. ആബേലച്ചന്റെ അനുഗ്രഹത്താൽ ഉലകം ചുറ്റിയ ആ കലാകാരന് വെള്ളിത്തിരയിലേക്ക് അപാരമായൊരു ഹരിശ്രീ. അപരൻ, സാക്ഷാൽ അഭ്രഗന്ധർവനിലൂടെ അരങ്ങേറ്റം കുറിച്ചവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നെങ്കിലാണ് അത്ഭുതം. മായ, നിങ്ങൾ അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം മുതൽ അവള് നിങ്ങളുടേതായിരിക്കും. തൊട്ടയൽപ്പക്കത്തെ ചെറുപ്പക്കാരുടെയെല്ലാം ജീവിതത്തിന് ജയറാമിന്റെ ഛായയായിരുന്നു 90കളിൽ. പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ടോ, അവരുടെ പ്രണയക്കിനാക്കളിൽ ഈ നടനോളം പാടി അഭിനയിച്ചവരില്ല. നാട്ടിടവഴികളിലെയും നഗരവീഥികളിലെയും തുടർച്ചയായ ബോക്സ് ഓഫീസ് വിസ്ഫോടനങ്ങൾ. അതെ, ആക്ഷൻ ചിത്രങ്ങളിലൂടെ മാത്രം സൂപ്പർ താര പദവിയിലേക്ക് എത്തുകയെന്ന ചലച്ചിത്ര സമവാക്യത്തെ കീഴ്മേൽ മറിച്ച് ഇതാദ്യമായി ദക്ഷിണേന്ത്യൻ സിനിമയിൽ പിറക്കുക തന്നെയായിരുന്നു. ഒരു ഫാമിലി സൂപ്പർ കൂടുതൽ ഉറ്റുനോക്കുന്ന ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകത്തും അനായാസമായിരുന്നു ആ പരകായ പ്രവേശങ്ങൾ. ദേവഭാഷയായ സംസ്കൃതം ഉൾപ്പെടെ 5 ഭാഷകൾ, 3.5 പതിറ്റാണ്ടുകൾ. എത്ര വലിയ താരത്തിരക്കുകൾക്കിടയിലും ആനയും മേളവും ആർത്തിരമ്പുന്ന മനസ്സും അനുകരിക്കാനാവാത്ത അനുകരണാഭിനിവേശവും ജീവശ്വാസമാണ് ഈ ബഹുമുഖ പ്രതിഭയ്ക്ക്. മലയാളികളുടെ സ്വന്തം ജയറാമേട്ടന്, പത്മശ്രീ ജയറാമിന് സ്നേഹാദരങ്ങളോടെ സ്വാഗതം.